സജ്ജനങ്ങളെ, നീലവീഡൂരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1202 മലയാള പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്രഫലം ചതയം നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് വളരെ നല്ല നക്ഷത്രമാണ്. ഈ ഒരു നക്ഷത്രത്തിൻ്റെ ഫലങ്ങളും ഗുണഫലങ്ങളും ഇവർക്ക് വരുന്ന ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. 1202 ചിങ്ങമാസം 1-ാം തീയതി മുതൽ 1202 കർക്കിടക മാസം 31-ാം തീയതി വരെ, 2026 ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷത്തെ 12 മാസത്തെ മലയാള പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്രഫലം ചതയ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ രാശിയുടെ അടിസ്ഥാനത്തിൽ ഈ വർഷം എന്തൊക്കെയാണ് ഇവർക്ക് ലഭിക്കുന്നതെന്ന് പരിശോധിക്കാം. രാശി നോക്കുമ്പോൾ വ്യാഴം, നമുക്ക് ഗോചരഫലം കൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ഗോചരം വെച്ച് നോക്കുമ്പോൾ ഈ വ്യാഴം 6-7 ഭാവത്തിലും, ശനി 2-3 ഭാവത്തിലും, രാഹു ലഗ്നത്തിലും പിന്നീട് 12-ലുമായിട്ട് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് വേണം പറയാനായിട്ട്. കുംഭക്കൂറിൽ വരുന്ന ചതയ നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിന്നു പോകുന്ന പലവിധ തടസ്സങ്ങളും പ്രശ്നങ്ങളും, ഈ ഒരു നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഒരുപാട് 7-7.5 വർഷ കാലഘട്ടമായിട്ടോ, 7.5 വർഷ കാലഘട്ടത്തിന് മുമ്പും ഒരു 2.5 വർഷ കാലഘട്ടമൊക്കെ വളരെ മോശം സമയമായിരുന്നു. അപ്പോൾ ദീർഘകാലമായിട്ട് അനുഭവിച്ചു വരുന്ന ദുരിത ദോഷങ്ങളെല്ലാം ഇവരിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോവുകയാണ്. ചതയ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള തടസ്സങ്ങളെല്ലാം ഒരുവിധം ഒഴിഞ്ഞു പോകാനുള്ള സമയമായെന്ന് വേണം പറയാനായിട്ട്. സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും വൻ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷം എന്ന് പറയുന്നത്. ഇവർ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിന്ന് നിൽക്കാനായിട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത, മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ഒരു കാര്യത്തിലും അല്ല അവരുടെ കൺട്രോളിൽ എടുക്കുന്ന ഒരു കാര്യത്തിൽ ഇവർ ഒരു കാരണവശാലും സമ്മതിക്കില്ല. സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. സ്വന്തം തീരുമാനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരുമാണ്. ബുദ്ധിശക്തിയും ദീർഘവീക്ഷണവും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇവർക്ക് ഏറ്റവും എളുപ്പം സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. രാഹു ഭരണഗ്രഹമായതിനാൽ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനും ഇവർക്ക് വളരെ പ്രത്യേകമായിട്ടൊരു കഴിവുണ്ട്. ഇപ്പോൾ രാഹു എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഭരിക്കാനും അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും പറ്റിയതായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും മുന്നേ കൂട്ടി അറിയാൻ സാധിക്കും. സ്വന്തം പ്ലാനുകളും കാര്യങ്ങളും മറ്റുള്ളവരുമായി പെട്ടെന്നൊന്നും ഇവർ പങ്കുവയ്ക്കില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു രഹസ്യ സ്വഭാവമൊക്കെ സൂക്ഷിക്കാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കുന്നവരാണ്. ആർക്കും ഉപദ്രവകാരികളൊന്നുമല്ല. ഇവരുടെ മനസ്സിലെ ആശയങ്ങൾ ഒരിക്കലും ഇവർ മറ്റുള്ളവരോട് പെട്ടെന്ന് പറയില്ല. അവർ ഏറ്റവും അടുത്ത ആൾക്കാരോട് മാത്രമായിരിക്കും അത് ഷെയർ ചെയ്യുള്ളൂ. അങ്ങനെ ഇവർക്ക് അങ്ങനെയുള്ളൊരു ചെറിയ സ്വഭാവമുണ്ട്. കാപട്യക്കാരെയൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. കള്ളത്തരം പറയുന്നവരെയൊക്കെ ഇവർ അകറ്റി നിർത്തും. മറ്റുള്ളവരുടെ തെറ്റുകൾ മുഖത്ത് നോക്കി സംസാരിക്കുന്നതിന് ഒരു മടിയും കാണിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ തുറന്നടിച്ച് സംസാരിച്ച് കളയും. ഇവർ കളവോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുക, ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് തന്നെ അതിനുള്ള കാരണങ്ങൾക്കൊക്കെ തുറന്നടിച്ച് സംസാരിക്കാൻ, മുഖത്ത് നോക്കി സംസാരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത നക്ഷത്ര ജാതകരാണ് ഇവർ. വളരെയധികം വിശ്വസ്തരും, പക്ഷേ ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടാത്ത ഒരു സ്വഭാവമുള്ളവരാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് ചെയ്യുക, എന്ത് പ്രവർത്തിക്കും, എങ്ങനെയൊക്കെ എന്ത് വിധത്തിലുള്ള പെരുമാറ്റം വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കുറേ കാലങ്ങളായിട്ട്, കഴിഞ്ഞ 7.5 വർഷ കാലമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം 7.5 ശനിയുടെ ദശാകാലം കഴിഞ്ഞ് ഇവർ ഇപ്പോൾ ഒന്ന് ശരിയായി വരുന്ന സമയമാണ്. ശനിദശാ കാലഘട്ടത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും എല്ലാ കാര്യത്തിലും ചെന്ന് ചാടിക്കൊടുക്കുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നവരാണ്. എല്ലാവിധ പ്രശ്നങ്ങളും ഇപ്പോഴും അതിൻ്റെ ഒരു അസ്ക്യതകൾ വിട്ടൊഴിഞ്ഞു പോയി വരുന്നൊരു സമയമാണ്. എല്ലാവിധ പ്രതിസന്ധികളിലും, ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ ഇവർ മുന്നോട്ട് പോയതാണ്. ചതയ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ, തൊഴിൽ മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകാൻ പോകുന്നൊരു കാലഘട്ടം കൂടിയാണ്. തൊഴിൽ മേഖലയിലാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും ഇവരുടെ കഷ്ടതകളെല്ലാം തന്നെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. കാര്യം
ഇവർ ചെയ്ത കർമ്മമേഖല എന്ന് പറഞ്ഞാൽ, കർമ്മമേഖല എന്ന് പറയുമ്പോൾ ഇവർ ചെയ്തിട്ടുള്ള തൊഴിൽ എന്തും ആയിക്കോട്ടെ, ഏത് സൈസ് തൊഴിലും, വ്യവസായമോ അല്ലെങ്കിൽ സ്വയം തൊഴിലോ അല്ലെങ്കിൽ കൃഷിയോ, അങ്ങനെ ഏതൊരു മേഖലയിലും ഇവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഇവർക്ക് കഷ്ടനഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. എപ്പോഴും ദുരിതങ്ങൾ, അസ്വസ്ഥതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം കൊണ്ട് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസപ്പെട്ട് നിന്നിരുന്ന നക്ഷത്രമാണ് ഇവരുടെ എക്കാലത്തെയോ ആഗ്രഹമായിരുന്ന വീടെന്ന് പറഞ്ഞൊരു സ്വപ്നം ഈ വർഷം നടക്കും. ഇവർ കുറേ കാലങ്ങളായിട്ട് ഇവരുടെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പല കാര്യങ്ങളുണ്ട്. ഒരു വീട് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു ഗൃഹം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഗൃഹം വയ്ക്കുക. ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കാതെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഉയർന്ന ചിന്താഗതിയുള്ള, മറ്റുള്ളവർ പല കാര്യങ്ങളും ആവശ്യപ്പെടുമെങ്കിലും ഒന്നിനും വഴങ്ങാത്ത, ഇവർക്ക് ഇവരുടേതായ ഒരു കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പം തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു തീരുമാനം വരുന്ന സമയം കൂടിയാണ്. ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കും. സ്വന്തം വീടെന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇവർ തുടങ്ങി വെക്കുക, അല്ലെങ്കിൽ ഇവർ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച് തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, കഷ്ടതകളൊക്കെ കൊണ്ട് പാതി വഴിയിൽ അല്ലെ മുടങ്ങിക്കിടന്ന്, ചിലതിൻ്റെയൊക്കെ ഒരു വീടിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ തീർന്നിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാതെയൊക്കെ വിട്ടുപോയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കും. വീട് പണി തുടങ്ങി ആ സ്ഥലത്ത് നിന്ന് അതിനനുസരിച്ച് മുന്നോട്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും. സാധാരണ ഒരു ചിന്താഗതികൾക്ക് അപ്പുറത്ത് ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകുന്നൊരു വശം കൂടിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ശാരീരികപരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇവരെ ബാധിച്ചിട്ട് പല ആൾക്കാരുണ്ട്. എല്ലാവരെയും അല്ല, എന്നിരുന്നാലും ശാരീരികപരമായിട്ട് ഹൃദയ സംബന്ധമായിട്ട് ഉള്ള അസുഖങ്ങൾ, അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കാഴ്ചയിലുള്ള പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള പലവിധ അസ്വസ്ഥതകൾ എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്ര ജാതകരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം പൂർണ്ണമായിട്ട് വിട്ടൊഴിയുന്ന ഒരു സമയം കൂടിയാണ്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഈ ഒരു കാലഘട്ടം ഇതെല്ലാം പൂർണ്ണമായിട്ട് അവസാനിക്കുകയും ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളെ പാകപ്പെടുത്തിയെടുത്ത് ഇവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന സാധനമാണ്. ഇവരെ സംബന്ധിച്ച് ഈ ഒരു വർഷം ഇവർക്ക് വന്നിരുന്നുള്ള കഷ്ടനഷ്ടതകളെല്ലാം തന്നെ തീർന്ന് വിട്ടൊഴിഞ്ഞ് പൂർണ്ണ ഫലം കാണുന്ന ഒരു വശം കൂടിയാണ്. കുടുംബത്തിൽ മറ്റുള്ളവരുമായിട്ട് തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിച്ച്, അകാരണമായിട്ടുള്ള കലഹങ്ങൾ, മാനസികതകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം ഒഴിവാക്കി പോകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. വിവാഹ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ മാറി വിവാഹത്തിന് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്ന ഒരു വശം കൂടിയാണ്. പ്രണയവിവാഹം നടക്കും. പ്രണയ ബന്ധത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ്. 30-നും 40-നും ഇടയ്ക്കുള്ളവർ, വിവാഹം കഴിയാത്ത 30-നും 40-നും ഇടയ്ക്കുള്ള സ്ത്രീ ആയിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, ഇനി നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ നടക്കില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നടക്കുന്ന നടപ്പാക്കി പോകാൻ പറ്റുന്ന ഒരു വർഷമാണ്. നിങ്ങളുടെ വിവാഹം ഈ വർഷം നടക്കും. വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന വർഷമാണ്. കർമ്മരംഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും തുടങ്ങിയ ബിസിനസ്സുകൾ പൂർത്തീകരിക്കാനും ആവുന്ന ഒരു ഉത്തമമായ വർഷമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. പല വിദ്യാർത്ഥികൾക്കും പരീക്ഷാ പരാജയങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടെങ്കിലും ഈ പരാജയങ്ങളെയൊക്കെ മുൻനിർത്തി മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ്. ഡോക്ടർമാർക്ക് പുതിയ സ്ഥലത്തേക്ക് ജോലി ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഡോക്ടർമാർ അവരവരുടെ കണ്ടുപിടുത്തങ്ങളിൽ, സയൻറ്റിസ്റ്റുമാരായിട്ടുള്ള ഡോക്ടേഴ്സിനൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുവാനൊക്കെ സാധിക്കുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ധനാഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ഇവരെ ഒരുപാട് സഹായിക്കുന്നതാണ്. കർമ്മമേഖലയിൽ ഒരു വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു വർഷമാണ്. സുഹൃത്തുക്കൾ വഴി പല മേഖലയിലും വലിയ ഉയർച്ചകൾ ഉണ്ടാകും. പല തരത്തിലുള്ള മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു വർഷം കൂടിയാണ്. മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു വർഷമാണ്. അതുപോലെ ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. ഈ ഒരു വർഷം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് 2 വീലർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പലവിധ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ, തടസ്സങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാനായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട്
ഈശ്വര ഭജന കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വർഷത്തെ ഫലം എന്ന് പറയുന്നത് എടുത്ത് നിങ്ങൾ എന്താണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വന്നു ചേരും. അതുപോലെ മഹാദേവന് പക്കപ്പിറന്നാൾ തോറും ക്ഷീരധാര കൂളമാലയൊക്കെ സമർപ്പിക്കുന്നത് ഉത്തമമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം, പാൽപ്പായസം വഴിപാടായി നടത്തുക. കൃഷ്ണന് തൃക്കൈവെണ്ണ, തുളസിമാല, പാൽപ്പായസം എന്നിവ നടത്തുന്നത്, ത്രിമധുരമൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ നക്ഷത്രക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിച്ച് വീഡിയോ ഒന്ന്